നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ആ പട്ടിക്കാട്ടുകാരിയെ ഇനി ഈ നാട്ടില് കാല് കുത്തിപ്പിക്കില്ലെന്ന് ഉറപ്പിച്ചിട്ടല്ലേ മാഡം അവളുടെ നാട്ടിൽ ഉത്സവം കൂടാൻ പോയത്. പക്ഷെ ഒന്നും നടന്നില്ലല്ലേ. മാഡം തിരിച്ചു വന്നപ്പോ അവളും തിരിച്ചു വന്നു. കരുണാകരൻ എന്നെ കളിയാക്കാണോ? അവളെ കൊടുക്കാനുള്ള എന്റെ ഒരു ഐഡിയ പാളിപ്പോയാ മാഡം എന്നെ ചെറുതല കേൾപ്പിക്കാറുണ്ടോ? എന്റെ ഐഡിയ ആയതുകൊണ്ടാണ് ചീറ്റി പോയത്. മാഡത്തിന്റെ ഐഡിയ ആയിരുന്നെങ്കിൽ കാണാമായിരുന്നു എന്നല്ലേ പറയാറ്. എന്നിട്ട് മാഡത്തിന്റെ ഐഡിയ മൊത്തം ചീറ്റി പോയില്ലേ? അപ്പൊ എനിക്ക് കളിയാക്കി കൂടെ? എല്ലാം ഞങ്ങൾ പ്ലാൻ ചെയ്തതുപോലെ തന്നെ നടന്നത്. ഇങ്ങനെയൊക്കെ അവിടെ സംഭവിച്ചോ? അവിടെ ഒന്നും പാളിപ്പോയിട്ടില്ല. ഞങ്ങൾ ഉദ്ദേശിച്ചതുപോലെ തന്നെ എല്ലാം നടന്നത്. പക്ഷേ ഭാഗ്യം എപ്പോഴും അവളുടെ കൂടെയാ. അത് സമ്മതിക്കാതെ വയ്യ. അവളെ എങ്ങനെയൊക്കെ കൊടുക്കാൻ ശ്രമിച്ചാലും ഒടുവില് അവൾ അതിൽ നിന്നെല്ലാം രക്ഷപ്പെടും. അത് അവളുടെ ഭാഗ്യമൊന്നുമല്ല. കണ്ണും കാതും തുറന്നു വെച്ച് 2 ബോഡി ഗാർഡ്സ് അവളുടെ ഒപ്പം ഉണ്ടല്ലോ 24 മണിക്കൂറും. ആ കൈലാഷും പ്രിയനും. അവളെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ആദ്യം അവരെ കൊടുക്കണം. അങ്ങനെ ചെയ്ത കഥ മാറുമല്ലോ. അതുകൊണ്ട് ആ വഴി തൽക്കാലം ആലോചിക്കണ്ട. അവളുടെ ഭാഗ്യത്തെ പ്രകീർത്തിച്ചുകൊണ്ട് കയ്യും കെട്ടി അടങ്ങിയിരിക്കുക. ഇനി അതേ മാഡത്തിന് ചെയ്യാനുള്ളൂ. കൈലാഷിനെ അവൾക്ക് വിട്ടുകൊടുത്തിട്ട് ഞാൻ എന്റെ വിധിയെ പഴിച്ച് കാലം കഴിക്കണം. അതല്ലേ കരുണാകരൻ പറഞ്ഞതിന്റെ രത്ന ചുരുക്കം? ഞാൻ പറഞ്ഞതിൽ എന്താ തെറ്റ്? കമ്പ് വെട്ടിയടിച്ച വേദനിക്കാത്തവരെ ചൂരിൽ വെട്ടിയടിക്കണം. എന്നിട്ടും അയാൾക്ക് വേദനിക്കുന്നില്ലെങ്കിൽ ഒലക്കെടുത്തടിക്കണം. എന്നിട്ടും അയാൾക്ക് കുലുക്കില്ലെങ്കിൽ നല്ല മുള്ളുമുറിക്കിന്റെ കമ്പ് വെട്ടി തലങ്ങും വിലങ്ങും അടിക്കണം. ആള് നിലവിളിച്ചോണ്ട് ഓടും. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം മാഡത്തിന് മനസ്സിലായോ? മാഡം ഇപ്പോഴും അവളെ കമ്പ് വെട്ടി അടിച്ചോണ്ടിരിക്കുക. എത്ര അടിച്ചാലും അവൾക്ക് വേദനിക്കില്ലെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ കുറച്ചും കൂടി സ്ട്രോങ് ആയ പണി അവൾക്കിട്ട് കൊടുക്കണം മാഡം. കൈലാഷിനും പ്രിയനും അടുക്കാൻ കഴിയാത്ത നല്ല മുട്ടൻ പണി. എന്നാലേ മാഡം ജയിക്കൂ. നല്ല മുട്ടൻ പണി കൊടുക്കാനുള്ള ഐഡിയ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നായിരുന്നല്ലോ. നിങ്ങളത് ചെയ്തോ? ചെയ്തോന്ന് മാഡം സംസാരിച്ച് ഫോൺ വെച്ചതിന്റെ പിന്നാലെ ഞാൻ കളി തുടങ്ങി. അതിന്റെ ഫലമായി എന്താ സംഭവിച്ചെന്ന് മാഡത്തിന് അറിയോ? 12 വർഷമായി കൂടെ ഉണ്ടായിരുന്ന ഒരു ക്ലയന്റ് PKR ഗ്രൂപ്പ് ഓഫ് കമ്പനീസുമായി ഇനിയൊരു ബിസിനസ്സിന് ഇല്ലെന്നും പറഞ്ഞ് തന്ന ഓർഡർ ക്യാൻസൽ ചെയ്തു. വേറെ കമ്പനിയുമായി അവര് ഡീൽ ഉറപ്പിക്കുകയും ചെയ്തു. ആ ദേഷ്യത്തിനാ PKR സാറ് കൈലാഷിനെ ഫോൺ ചെയ്ത് എത്രയും പെട്ടെന്ന് തിരിച്ചെത്തിയിരിക്കണമെന്ന് അന്ത്യശാസനം നൽകിയത്. എന്ന് വെച്ചാ ഇനി മുതൽ ഈ കമ്പനിയുടെ കൺട്രോൾ നമ്മുടെ കയ്യിലാണെന്ന് അല്ലേ കരുണാകരൻ? അതെനിക്കറിയില്ല. അങ്കിള് അതിനെ കുറിച്ചൊന്നും പറഞ്ഞില്ലേ? എന്നോടൊന്നും പറഞ്ഞില്ല.